അപ്പോൾ ഇന്നത്തെ ടെക് ന്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓപ്പോയുടെ ഓപ്പോ റെനോ 13 പ്രോ എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പം BIS സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. BIS സർട്ടിഫിക്കേഷൻ സൈറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സർട്ടിഫിക്കേഷൻ സൈറ്റാണ്. അപ്പം ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ജനുവരിയിലൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പം ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 6.83 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 8350 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 5800 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ സ്നാപ്ഡ്രാഗൺ 8s Elite എന്ന പ്രോസസ്സർ 2025 ആദ്യത്തെ ക്വാഡ്രൻറ്റിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. ആദ്യത്തെ ക്വാഡ്രൻറ്റ് എന്ന് പറയുമ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഇതിൻ്റെ ഇടയിലായിട്ട് ഈ ഒരു പ്രോസസ്സർ ലോഞ്ച് ചെയ്തേക്കാം. ഇപ്പം പഴയ പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറിൻ്റെ തൊട്ട് താഴെ വരുന്ന ഒരു പ്രോസസ്സറായിരിക്കും. അപ്പം അപ്പർ മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലെ അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ലെവലിൻ്റെയൊക്കെ അടുത്ത് വരുന്ന ഫോണുകളിലായിരിക്കും ഈ ഒരു പ്രോസസ്സർ നമ്മൾ കൂടുതലായിട്ട് കാണുക. പിന്നെ ഷോമിയുടെ ഒരു ഫോണിലായിരിക്കും ആദ്യം ഈ പ്രോസസ്സർ വരിക എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഏത് ഫോണാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ അത് ഷോമി CV5 ആയേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ OnePlusൻ്റെ ഫോൾഡബിൾ ഫോണാണ് OnePlus Open. ഇപ്പം ആമസോണിൽ ട്രൈ ബിഫോർ യു ബൈ ഓപ്ഷൻ വന്നിരിക്കുകയാണ്. അതായത് നമുക്ക് ഈ ഒരു ഫോൺ 20 മിനിറ്റ് നേരത്തേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമുക്ക് 149 രൂപ കൊടുത്തിട്ട് ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്തിട്ട് നമുക്ക് 20 മിനിറ്റ് ഈ ഫോൺ യൂസ് ചെയ്യാം. യൂസ് ചെയ്തിട്ട് തിരിച്ച് കൊടുക്കേണ്ടതാണ്. അപ്പം 20 മിനിറ്റ് യൂസ് ചെയ്യാൻ 149 രൂപ കൊടുക്കണം. പിന്നെ എല്ലാ സ്ഥലത്തും ഈ ഒരു ഓപ്ഷൻ ഇപ്പോൾ അവൈലബിൾ അല്ല. ബാംഗ്ലൂർ, ഡൽഹി, മുംബൈ ഇങ്ങനെ സെലക്റ്റഡ് ആയിട്ടുള്ള ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഫോൾഡബിൾ ഫോണാണ്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സറൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ റിയൽമി നാർസോ കർവ് എന്നുള്ള പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൽ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലായിരിക്കും വരിക എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ 8GB റാം 256GB ഇൻറ്റേർണൽ വെർഷനും 12GB റാം 256GB ഇൻറ്റേർണൽ വെർഷനും 12GB റാം 512GB ഇൻറ്റേർണൽ വെർഷനും വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഡീപ്പ് വയലറ്റ്, ഡീപ്പ് സ്പേസ്, ടൈറ്റാനിയം എന്നീ കളർ വേരിയൻസ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടിലനുസരിച്ചിട്ട് ഫോണിൻ്റെ വില 15,000 to 20,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വന്നേക്കാം. അപ്പം പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോണായിരിക്കാനാണ് സാധ്യത. പിന്നെ റിയൽമിയുടെ Neo 7 എന്നുള്ള സ്മാർട്ട് ഫോൺ ഡിസംബർ 11 ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ IP68 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ MediaTek Dimensity 9300+ എന്ന പ്രോസസ്സറായിരിക്കും ഇതിൽ വരിക. 7000 mAh ബാറ്ററി വരും. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നതായിരിക്കും. പിന്നെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. വില വരിക 2499 യുവാൻ ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് 29,100 രൂപ പ്രൈസ് റേഞ്ചിൽ. പിന്നെ ലാവയുടെ ലാവ യുവ 4 എന്ന സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന സ്മാർട്ട് ഫോണാണ്. 6.56 ഇഞ്ചിൻ്റെ HD+LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ച്വൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ യൂണി SoC T606 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 50 മെഗാ പിക്സൽ ബാക്ക് ക്യാമറയും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നില്ല. ഈ ഫോണിൻ്റെ 4GB റാം 64GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 6,999 രൂപയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തിരക്കില്ലാത്ത ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ഫോണാണ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പിന്നെ iQOO 13 എന്നുള്ള സ്മാർട്ട് ഫോൺ ഇന്തോനേഷ്യയിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതിൽ 6.82 ഇഞ്ചിൻ്റെ Quad HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ വരുന്നുണ്ട്. 50+50+50 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 6150 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ വെർഷനിൽ 6000 mAh ബാറ്ററി ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. പിന്നെ ഈ ഫോണിൻ്റെ വില വരുന്നത് 53,250 രൂപ പ്രൈസ് റേഞ്ചിലാണ്. അപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം അതിനടുത്ത് വരുന്നൊരു പ്രൈസിങ്ങിൽ ഈ ഫോൺ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഹോണറിൻ്റെ ഹോണർ 300 Ultra എന്നുള്ള സ്മാർട്ട് ഫോൺ ഡിസംബർ 2 ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യും. അപ്പം ഡിസൈൻ അവർ റിവീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ കമേലിയ വൈറ്റ് അതുപോലെ തന്നെ ഇങ്ക്രോക്ക് ബ്ലാക്ക് എന്നീ കളർ വേരിയൻസ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ 12GB റാം 512GB ഇൻറ്റേർണൽ വെർഷനും 16GB റാം 1TB ഇൻറ്റേർണൽ വെർഷനും വരുന്നതായിരിക്കും. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടിലനുസരിച്ചിട്ട് ഇതിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ വരുന്നതായിരിക്കും. പിന്നെ 50 മെഗാ പിക്സൽ പെരിസ്കോപ്പ് ലെൻസ് വരും. 1.5K റെസൊല്യൂഷൻ വരുന്ന OLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ OnePlus Ace 5 എന്നുള്ള സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈൻ ഇപ്പോൾ ലീക്ക് ആയിട്ടുണ്ട്. LED സ്ലൈഡറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. പിന്നെ സർക്കുലർ ക്യാമറ മോഡ്യൂളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ വരിക. മുമ്പുള്ള റിപ്പോർട്ടിലനുസരിച്ചിട്ട് സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ വരും.
6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന OLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 6300 mAh ബാറ്ററിയും 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരും. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ സാംസങ്ങിൻ്റെ ടാബ്ലറ്റ് പോലുള്ള എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ടെക്നോളജി അവർ പാറ്റൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പം റോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടാബ്ലറ്റും അവർ ലോഞ്ച് ചെയ്തേക്കാം. പിന്നെ ഓപ്പോയുടെ ഫൈൻഡ് X8 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോൺ എവറസ്റ്റ് എന്ന കോഡ് നെയിമിൽ വരുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇപ്പം ഇതിൽ സ്നാപ്ഡ്രാഗൺ 8Elite എന്ന പ്രോസസ്സറായിരിക്കും വരിക. അതുപോലെ തന്നെ ക്യാമറയിൽ ഡ്യുവൽ പെരിസ്കോപ്പ് ലെൻസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 2K റെസൊല്യൂഷൻ വരുന്ന OLED ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. പോക്കോയുടെ C75 5G എന്ന സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് മിക്കവാറും റെഡ്മി A4 5G എന്ന ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കാനാണ് സാധ്യത. അപ്പം ഇതിൽ 6.88 ഇഞ്ചിൻ്റെ HD+LCD ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് ആയിരിക്കും വരിക. സ്നാപ്ഡ്രാഗൺ 4S Gen 2 എന്ന പ്രോസസ്സർ ഇതിൽ വന്നേക്കാം. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 5160 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വന്നേക്കാം. വില നമുക്ക് ഒരു 8000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. റെഡ്മി A4 5G എന്ന ഫോൺ 8500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ആമസോണിൽ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ നവംബർ 29 സ്റ്റാർട്ട് ചെയ്യും. HDFCയുടെ ഇൻഡസ് അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡ HSBC ഇതുപോലുള്ള ബാങ്കുകളുടെ ഒക്കെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10% ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ പ്രൈം മെമ്പേഴ്സിന് 5% ഓഫും വരുന്നുണ്ട്. പിന്നെ OnePlusൻ്റെ 13R എന്നുള്ള സ്മാർട്ട് ഫോൺ FCC സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഇത് OnePlus Ace 5ൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കാനാണ് സാധ്യത. സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറും പിന്നെ 1.5K റെസൊല്യൂഷൻ വരുന്ന OLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ റിയൽമിയുടെ V60 Pro അതുപോലെ തന്നെ V60 Pro ഇൻഡസ് കസ്റ്റമൈസ്ഡ് എഡിഷൻ എന്നീ ഫോണുകൾ ചൈനീസ് ടെലികോം സർട്ടിഫിക്കേഷൻ സൈറ്റുകളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ V60 ഇൻഡസ് കസ്റ്റമൈസ്ഡ് എഡിഷനിൽ 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വരുന്നതായിരിക്കും. LCD ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. പിന്നെ 4G മാത്രമായിരിക്കും സപ്പോർട്ട് ചെയ്യുക. 5G സപ്പോർട്ട് ഉണ്ടാവില്ല. MediaTekൻ്റെ ഒരു പ്രോസസ്സറായിരിക്കും ഇതിൽ വരിക. Android 14 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. 5600 mAh ബാറ്ററി വരുന്നതായിരിക്കും. 50 മെഗാ പിക്സൽ ബാക്ക് ക്യാമറയും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. പിന്നെ തിക്നെസ് വരിക 8.16 mm ആയിരിക്കും. ഈ ഒരു ഫോണിൻ്റെ 12 GB RAM 256 GB ഇൻ്റർണൽ വെർഷൻ വരിക 2599 yuan ആയിരിക്കും. അതായത് 30,350 രൂപ പ്രൈസ് റേഞ്ചിൽ. പക്ഷേ ആ ഒരു പ്രൈസിങ്ങിൽ എന്തോ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു 4G ഫോണിന് വില ഇത്രയും കൂടുതൽ വരാൻ ചാൻസ് ഇല്ല. അതും റിയൽമിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്ന ഒരു ഫോണിൽ. എന്തായാലും ഇങ്ങനെ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതാണ് പറയുന്നത്. പിന്നെ V60 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതിൽ ബേസ് വേരിയൻറ്റ് 12 GB റാമും 256 GB ഇൻ്റർണൽ വരുന്നതായിരിക്കും. 12 GB റാം 512 GB ഇൻ്റർണൽ വെർഷനും വരും. ഈ ഫോണിൻ്റെ വില 1599 yuan ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് 18,700 രൂപ പ്രൈസ് റേഞ്ചിൽ. പിന്നെ ഇതിൽ 50 മെഗാ പിക്സൽ ബാക്ക് ക്യാമറയും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ മോട്ടറോളയുടെ ഭാഗത്ത് നിന്ന് വരുന്ന മോട്ടോ എയുടെ ബീറ്റ പ്രോഗ്രാം അവർ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഇതിൽ റിമെമ്പർ ദിസ്, ക്യാച്ച് മീ അപ്പ്, അതുപോലെ തന്നെ പേ അറ്റൻഷൻ, ജേണൽ, ഇങ്ങനെ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇപ്പം എല്ലാ ബ്രാൻഡുകളും അവരുടെ ഫീച്ചേഴ്സ് ഇപ്പോൾ ഇറക്കുന്നുണ്ട്. ഇപ്പം മോട്ടോ റേസർ 50 അൾട്ര 50 അതുപോലെ തന്നെ മോട്ടോ എഡ്ജ് 50 അൾട്ര എന്നീ ഫോണുകളിലായിരിക്കും ഇനീഷ്യലി ഈ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുക. പിന്നെ സാംസങ് ടാബ് S10 FE എന്നുള്ള പേര് samsung.com അവർ മെൻഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പം ഇങ്ങനൊരു ടാബ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ വിവോയുടെ S20 സീരീസ് ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. S20 സീരീസിൽ 2 ഫോണുകൾ വരുന്നുണ്ട്. S20യും അതുപോലെ തന്നെ S20 Proയും. ഇപ്പം ഈ ഫോണുകളിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. S20യിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. S20 Proയിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഫോണുകളിലും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. S20യിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 6500 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. S20 Proയിൽ MediaTek Dimensity 9300+ എന്ന പ്രോസസ്സറാണ് വരുന്നത്. 5500 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ S20യിൽ 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. S20 Proയിൽ എക്സ്ട്രാ ആയിട്ട് 50 മെഗാ പിക്സൽ ഒരു ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. S20യുടെ വില വരുന്നത് ഏകദേശം 26,850 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. S20 Proയുടെ വില വരുന്നത് ഏകദേശം 39,700 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ടെക് ന്യൂസിൽ നോക്കാനുള്ള കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.